വാട്സപ്പ് കോളുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും മറ്റും ഉത്തരേന്ത്യൻ മാഫിയ അല്ലെങ്കിൽ തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അടക്കം പറ്റിക്കുകയും തട്ടിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർ ഈ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ തേടിപ്പോയാൽ ഏതെങ്കിലും പാവപ്പെട്ടവന്റെയോ കർഷകന്റെയോ കൂലിവേലക്കാരൻ്റെയോ വിദ്യാഭ്യാസമില്ലാത്തവന്റെയോ നമ്പറുകളായിരിക്കും എത്തുക. കാരണം ഇവരിൽ നിന്ന് ഈ നമ്പർ മദ്യവും പണവും കൊടുത്ത് ഈ നമ്പർ, അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അവർക്ക് ഫോൺ നഷ്ടപ്പെട്ടാലോ സിം നഷ്ടപ്പെട്ടാലോ പരാതി കൊടുക്കാനൊന്നും അറിയില്ല. ആ രീതിയിൽ ഒരു തട്ടിപ്പ്, അതായത് പാവപ്പെട്ടവന്റെ ഫോൺ തട്ടിയെടുത്തിട്ട് അതിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരു രീതിയാണ് ഈ തട്ടിപ്പുകാർ ആവിഷ്കരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഉത്തരേന്ത്യയിലെ കൂലിപ്പണിക്കാരുടെയും ദരിദ്രരുടെയും ഫോൺ നമ്പറുകൾ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ഫോണുകളിലെ സിം കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ടും ഇപ്പോൾ സൈബർ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നിരക്ഷരിൽ പലരും ഫോൺ നഷ്ടമായാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാറില്ല. പലർക്കും ഇത് അറിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പണവും ലഹരിയും നൽകിയും സിം കാർഡുകൾ സ്വന്തമാക്കുന്നുണ്ട്. അവരെ കൊണ്ട് പുതിയ കണക്ഷൻ എടുപ്പിച്ചും തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കേരള സൈബർ പോലീസ് പുറത്തുവിടുന്നത്. 3 കോടി രൂപ തന്നാൽ മന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ വാട്സപ്പിൽ വിളിച്ച നമ്പറിന്റെ ഉടമ ഡൽഹിയിലെ ഒരു കൂലിപ്പണിക്കാരൻ പാവപ്പെട്ടവനാണ്. ഇത് തപ്പിപ്പോയപ്പോഴാണ് കേരള സൈബർ പോലീസിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായത്. ഇയാളെ കോഴിക്കോട് സൈബർ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അടുത്തിടെ തന്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു എന്നായിരുന്നു ഇയാളുടെ മറുപടി. ഇയാൾ MP-മാരെ MLA-മാരെ ആരെയും വിളിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു MP-യോ MLA-യോ ഉണ്ടോ എന്ന കാര്യം പോലും ആ ഡൽഹിയിലെ പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ അറിയില്ല. കേരളത്തിൽ ആരാണ് ഭരിക്കുന്നത് എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിരുന്നു ഇയാൾ. ഇയാളുടെ നമ്പറിൽ നിന്നാണ് ഇപ്പോൾ 3 കോടി തന്നാൽ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ എലത്തൂർ MLA-യെ വിളിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഒരാളുടെ പേരിൽ എത്ര ഫോൺ നമ്പറുകൾ ഉണ്ടെന്നറിയാൻ കേന്ദ്ര മന്ത്രാലയത്തിന്റെ സഞ്ചാർ സാഥി ആപ്പ് ഉപയോഗിക്കാം. ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ബ്ലോക്ക് ചെയ്യാനും തിരികെ ലഭിച്ചാൽ അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. എല്ലാവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആപ്പിൽ നോ യുവർ മൊബൈൽ കണക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ നമ്പറും OTP-യും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകൾ കാണാം. അറിയാത്ത നമ്പറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റദ്ദാക്കുകയും ചെയ്യാം. എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇതിപ്പോൾ ഉത്തരേന്ത്യയിലാണ് നടന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ ഇടയിലും നമ്മുടെ കേരളത്തിലും ധാരാളം തട്ടിപ്പുകാരുണ്ട്, ഇതുപോലെ സൈബർ തട്ടിപ്പുകാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയേക്കാം. അതിനുള്ള സാധ്യതയുണ്ട് എന്നും സൈബർ പോലീസ് ഒരു സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവരും ഇത് കൃത്യമായി പാലിക്കുക. ഈ നോ യുവർ കണക്ഷൻസ്, ഈ ഒരു ആപ്പും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുക. ഫോൺ നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഈ ഒരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിശദമായ കംപ്ലൈന്റ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ വിദ്യാഭ്യാസം കുറഞ്ഞവരെയും അതുപോലെ സാധാരണക്കാരായ ആളുകളെയും ഒക്കെ ഇത്തരത്തിൽ അവർക്ക് ഫോൺ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ സിം നഷ്ടപ്പെട്ടാലോ പെട്ടെന്ന് പരാതിപ്പെടാനോ അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ അറിയില്ല. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചായിരിക്കും ഈ തട്ടിപ്പ് നടത്തുന്നത്. കാര്യമായി ഇപ്പം അതിന് തെളിവൊന്നുമില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ വന്നാലും ആ ഒരു കേസ് തീരുന്നത് വരെ തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെയായിരിക്കും പ്രതി. ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോൺ നമ്പർ അയാളുടെ പേരിൽ അയാളുടെ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്ത, അയാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ തന്നെ, അത് പാവപ്പെട്ടവനായാലും ആരായാലും ഒന്നും അറിഞ്ഞില്ലെങ്കിലും അയാളെ പ്രതിയാക്കാനുള്ള സാധ്യതയും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കരുതിയും ഇരിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സൈബർ പോലീസ് നൽകുന്നത്.